പ്രവാസി പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലെ കാലതാമസത്തിൽ പ്രതിഷേധിച്ച കേരള പ്രവാസി സംഘം ഈ മാസം 21-ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. രാവിലെ 10:30 നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് നിർവഹിക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണം നടന്നിട്ടില്ലെന്ന കാരണത്താലാണ് കേരള പ്രവാസി സംഘം പ്രതിഷേധം ശക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഏകദേശം 10 ലക്ഷത്തോളം പ്രവാസികൾ ക്ഷേമനിധിയിൽ അംഗങ്ങളാണെന്നും 1 ലക്ഷത്തോളം പേർ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഘർഷങ്ങളും ആഗോള സാഹചര്യങ്ങളും കാരണം നിരവധി പ്രവാസികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായെന്നും ഇത് നിരവധി കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചിട്ടുണ്ടെന്നും പ്രവാസി പെൻഷൻ തരാതെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സജീവ് കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇത്തവണ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ നിഷേധാത്മക സമീപനമാണ് പ്രവാസികളോട് ഈ സർക്കാർ എടുത്തിട്ടുള്ളത്. കേരളത്തിലെ പ്രവാസി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരം മാറും. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ഈ സമരത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാസി പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഈ മാസം 21-ന് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കൈരളി ന്യൂസ്, കോഴിക്കോട്.